വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് പീനട്ട് കുക്കീസാണ്. നല്ല ടേസ്റ്റിയും ഈസിയും ക്രിസ്പിയും ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള ഒരു പീനട്ട് കുക്കീസാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് 1 കപ്പ് പഞ്ചസാര. അത് പൊടിച്ചു കൊണ്ടുവരുമ്പോഴേക്കും ഇതുപോലെ 1 കപ്പും 1/4 കപ്പും കൂടി ഉണ്ടാവും. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പും ഇല്ല, 1 കപ്പോ 2 ടേബിൾ സ്പൂൺ അത്രയും ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തന്നെ പാം ഓയിലാണ് വേണ്ടത്. സെയിം കപ്പ് തന്നെയാണ് നമ്മൾ എല്ലാ മെഷർമെൻറ്റിനൊക്കെ എടുക്കുന്നത് കേട്ടോ. ഇനി ഈ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് തന്നെ പീനട്ട് വേണം. ഇത് 200 ഗ്രാം പീനട്ട് ഉണ്ടാവും കേട്ടോ ഏകദേശം. ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. കൂടുതലായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്ത് വളരെ കുറച്ച് ഉപ്പ്, ഒന്ന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് പീനട്ട് ബട്ടറാണ്. ഞാനിവിടെ ക്രഞ്ചി പീനട്ട് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. പ്ലെയിൻ പീനട്ട് ബട്ടർ ഇട്ടാലും മതിയാവും. ഇപ്പം എൻ്റെ കയ്യിൽ ഈ ക്രഞ്ചി പീനട്ട് ബട്ടർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിട്ട് കൊടുക്കുന്നത്. ഇതിലാവുമ്പം പീനട്ടൊക്കെ കടിക്കാൻ കിട്ടുന്ന ഒരു പീനട്ട് ബട്ടറാണ് കേട്ടോ. പ്ലെയിൻ പീനട്ട് ബട്ടർ ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇത് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. മിക്സിങ് വളരെ പ്രധാനമാണ്. നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു 2 കപ്പ് മൈദ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സെയിം കപ്പിൽ തന്നെയാണ് ഞാനിവിടെ എല്ലാ അളവും എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് മൈദ ഇട്ട് ഒന്ന് കൈവച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിൻ്റെ മാവ് പോലെ അത്ര തിക്കായിട്ട് നമുക്കിത് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ലൂസായിട്ട് എന്നാലും നമുക്കൊരു ബോൾസാക്കി എടുക്കാൻ പറ്റുന്നൊരു പാകത്തിലൂടെയാണ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇപ്പോൾ 2.5 കപ്പ് മൈദയാണ് ഈ ഒരു അളവിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് പാകത്തിന് നമുക്കിത് കിട്ടും. അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് ഒന്ന് പരത്തി നോക്കാം. അപ്പോൾ സൈഡിലൊന്നും ക്രാക്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ കറക്റ്റ് അളവിലാണെന്ന് മനസ്സിലാക്കാം. മൈദ അധികമായാൽ നമ്മളിതുപോലെ ബോൾസ് ആക്കിയിട്ട് ജസ്റ്റ് ഷേപ്പ് ചെയ്യുന്ന സമയത്ത് സൈഡിലൊക്കെ ക്രാക്സ് ഉണ്ടാവും. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് കറക്റ്റ് അളവാണ്. ഇപ്പോൾ സൈഡിലൊന്നും ക്രാക്സ് ഒന്നുമില്ല. കറക്റ്റായിട്ട് നമ്മൾ 2.5 കപ്പ് മൈദയാണ് ഈ ഒരു അളവിന് ആവശ്യം കേട്ടോ. ഇനി നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് ബേക്കിംഗ് ട്രേയിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ചെറിയ സൈസിലുള്ള ബിസ്ക്കറ്റാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് വിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് ബേക്കായി വരുന്ന സമയത്ത് ഒരു അല്പം കൂടി വലുതായി വരും. ഈ ഒരു അളവിൽ നിങ്ങൾ ബിസ്ക്കറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 90-100 ബിസ്ക്കറ്റ് വരെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതിലും ചെറിയ സൈസാണ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും അധികം ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓവൻ ഇല്ലെങ്കിൽ നമുക്കിത് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20-25 മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചൂടോടെ നമ്മൾ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവല്. കുറച്ചൊന്ന് ചൂടൊക്കെ മാറിയതിന് ശേഷമാണ് ഇത് നല്ലൊരു ക്രിസ്പി ആയിട്ട് വരാം. അതെല്ലാ ടൈപ്പ് ബിസ്ക്കറ്റും അങ്ങനെ തന്നെയാണ്. ഓവനിൽ ഇറക്കിയ പാട് നല്ല സോഫ്റ്റാണ് ഉണ്ടാവല്. കുറച്ച് കഴിയുമ്പോഴാണ് അതൊരു ക്രിസ്പി ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റിൻ്റെ അടിവശമൊക്കെ കറക്റ്റ് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഈ ഒരു പീനട്ട് കുക്കീസ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇത്രയും എണ്ണ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.